നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ധനവില ഉയരുകയും പാചകവാതക ലഭ്യത കുറയുകയും ചെയ്തിരിക്കുന്ന നിലവിലെ സാഹചര്യത്തിൽ പാചകവാതകത്തിന് പകരം പുതിയ വഴികൾ തേടുകയാണല്ലോ മനുഷ്യർ. LPG ക്ഷാമം പല ഹോട്ടലുകളുടെയും റെസ്റ്റോറൻറ്റുകളുടെയും പ്രവർത്തനത്തെ സാരമായി ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നു. LPGക്ക് പകരം എന്ത് എന്നതിനുള്ള കേന്ദ്ര സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്ന ആശയമാണ് എഥനോൾ. എന്താണ് എഥനോൾ? ചെടികൾ, പ്രത്യേകിച്ച് കരിമ്പ്, കോൺ എന്നിവയിൽ നിന്നുള്ളൊരു ബയോഫ്യൂവലാണ് എഥനോൾ. ഇതെങ്ങനെ പാചകവാതകമായി ഉപയോഗിക്കാം? LPGയേക്കാൾ കുറഞ്ഞ ഊർജ്ജസാന്ദ്രതയുള്ളൊരു ഇന്ധനമാണ് എഥനോൾ. അതായത് എഥനോൾ ഉപയോഗിച്ച് പാചകം ചെയ്യുമ്പോൾ LPGയേക്കാൾ ഇന്ധനം ആവശ്യമായി വരുന്നു. എന്നാൽ ഇതിന് ഏറെ ഗുണങ്ങളുമുണ്ട്. എഥനോൾ ഉപയോഗിക്കുമ്പോൾ പുക വളരെ കുറവാണ്. അടുക്കളയിൽ വായുമലിനീകരണം കുറയുന്നു. കൂടാതെ ഇത് പരിസ്ഥിതി സൗഹാർദ്ദമാണ്. എന്നാൽ ചില ദോഷവശങ്ങൾ എഥനോളിനുണ്ട്. എഥനോൾ വളരെ വേഗം കത്തുന്ന ഒരു ദ്രാവകമാണ്. തീ പെട്ടെന്ന് പടരാൻ സാധ്യതയുള്ളതിനാൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചിരിക്കണം. കൂടാതെ സംഭരണം, ഉപയോഗം എന്നിവയിൽ കൂടുതൽ ജാഗ്രത കാട്ടണം. ഇത് എല്ലായിടത്തും എളുപ്പത്തിൽ ലഭ്യമാവുന്ന ഒരു ഇന്ധനമല്ല. അതുകൊണ്ട് തന്നെ LPGയേക്കാൾ ചിലവ് കൂടുതലായിരിക്കും. ഭാവിയിൽ ബയോഫ്യൂവലുകൾക്ക് പ്രാധാന്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ LPGയുടെ ലഭ്യത കുറയുകയും ചെയ്യുന്നു. അതുകൊണ്ട് എഥനോൾ ഉപയോഗിക്കാൻ കേന്ദ്രം ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ഹോട്ടലുകളിൽ LPGക്ക് പകരം എഥനോൾ എന്ന് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നു. ഇങ്ങനെയുള്ള വിവരപ്രദമായ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുക. താങ്ക്